ഫൈനലി ഞങ്ങളിതാ നമ്മുടെ വയനാടൻ വ്ലോഗിൻ്റെ വീട്ടിലെത്തിച്ചേർന്നു കേട്ടോ. ഞങ്ങൾ എത്തിയ പാടെ തന്നെ അമ്മൂസായിട്ട് ഞങ്ങളെ വരവേൽക്കാൻ വന്നത് തന്നെ. അമ്മൂസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതാണ് അവരുടെ സ്വപ്നഭവനം, അവരുടെ എല്ലാമായ വീട്. ഏതൊരു സാധാരണക്കാരൻ്റെയും സ്വപ്നം അതാണല്ലോ ഒരു വീട്. ആ ഒരു സ്വപ്നം ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അല്ലേ. പിന്നെ അവിടെ എത്തിയതും ഞങ്ങളിതേ ഓരോ റൂമുകളായിട്ട് കയറി കണ്ടു. വീടാകെ ഒന്ന് ചുറ്റിയടിച്ച് കണ്ടു കേട്ടോ. അമ്മൂസാണെങ്കിൽ മക്കളെ കൊച്ചിക്കലും എല്ലാമായിട്ട് നടക്കുമായിരുന്നു. എനിവേ സൂപ്പർ വീട് കേട്ടോ, പറയാൻ വാക്കുകളില്ല. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർ പണി കഴിപ്പിച്ച ഒരു കുഞ്ഞു വീട്, അവരുടെ സ്വർഗം. ആൻഡ് ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ പ്ലേസ് ഇതാണ്. ആ ഒരു നെറ്റിപ്പട്ടമൊക്കെ അവിടെ വരുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് ആ വീടിന്. പിള്ളേരാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് താനൂട്ടിയുടെ വണ്ടിയിലും മറ്റുമായിട്ട് കുത്തിമറിഞ്ഞ് കളിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ കെട്ടിയന്മാരുടെ കാര്യം അതും പറയണ്ട. അവരിതേ നേരെ വന്ന് കയറിയത് അവരുടെ സ്റ്റുഡിയോയിലേക്കായിരുന്നു കേട്ടോ. നമ്മുടെ വയനാടിൻ്റെ സ്റ്റുഡിയോ ആണ് കേട്ടോ ഇത്. അവരുടെ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അവിടെ ഗെയിമിങ്ങും കാര്യങ്ങളും അതും ഉണ്ട്. കൂടാതെ അവരുടെ 2 യൂട്യൂബ് അക്കൗണ്ട്, അമ്മൂസിൻ്റെയും വയനാടൻ വ്ലോഗറിൻ്റെയും 2 യൂട്യൂബ് അക്കൗണ്ടിലെയും 2 സിൽവർ ബട്ടണും ഒരു ഗോൾഡൻ പ്ലേ ബട്ടണും അവിടെ കണ്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിൽവർ പ്ലേ ബട്ടണും ഗോൾഡൻ പ്ലേ ബട്ടണും കാണണം കേട്ടോ. ഇതുവരെ ഞാനൊരു പ്ലേ ബട്ടണും കണ്ടിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ താനിക്കുട്ടി ഇതേ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിലാണ് നമ്മുടെ കൊണ്ടുവന്ന ഗിഫ്റ്റ്